ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പൈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടേതാണേ. അതായത് മുട്ട മസാലക്കറി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് ആ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് 4 കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി, നമുക്ക് ആ തക്കാളി അരച്ചെടുക്കാനുള്ളതാണ്. 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യുക, 3 മീഡിയം സൈസ് സവോള പൊടിയായി കട്ട് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും, ഒരു 6-7 വെള്ളുള്ളി അതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തതും. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. നമ്മളതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ഒരല്പം ഗരം മസാലയും ഒരല്പം ഉപ്പും ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ തോല് കളഞ്ഞ് വെച്ച കോഴിമുട്ട 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ ആ മുളക് പൊടിയെല്ലാം കരിഞ്ഞ് കറുപ്പ് കളറായി പോകും. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ തിരിച്ചു മറിച്ച് വിടുക. അതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമ്മൾക്ക് ആ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരല്പം ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കുക. മുട്ടക്കറി വയ്ക്കുമ്പോൾ ഉലുവ നല്ലതാണ്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടിയായി അരിഞ്ഞ സവോള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് വഴന്ന് വരാനും നമുക്ക് കറിക്ക് ആവശ്യമായ, ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തു. ഇതേപോലെ വഴന്ന് വരുന്ന ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി ചേർക്കാം. തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത്. നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായ പൊടിയാണ് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല. ഇതെല്ലാം നമ്മൾ നേരത്തെയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്താണ്. നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് വഴന്ന് വരട്ടെ. ആ തക്കാളി പേസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം പോരാ. അപ്പോൾ നമ്മൾ മസാലയാണല്ലോ, എഗ്ഗ് മസാലയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച മസാലയെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ടയുടെ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും ഇപ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസി മുട്ടക്കറി തന്നെയാണ്. അപ്പം, ചപ്പാത്തി, ചോറിന് എല്ലാറ്റിനും ചേരും. ഇനി ആ ഫ്രൈ പാനിലുള്ള ബാക്കി മസാല കൂടി അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർത്തു. എന്നതിന് ശേഷം നമ്മളതൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കർണാടക സ്റ്റൈൽ മുട്ടക്കറിയാണ്. നല്ലൊരു എരിവുണ്ടാവും. പിന്നെ നമ്മൾ അധികം സവോളയും തക്കാളി പേസ്റ്റൊക്കെ ഒന്ന് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ബാലൻസായി കിട്ടും എരിവൊക്കെ. അല്പം കറിവേപ്പില കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഉപ്പ് പോരാ കണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത്. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ എഗ് മസാലക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കറിയായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതായത് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ലൊരു രുചിയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.